ധർമ്മം എന്ന് പറയുന്ന നാമത്തിന് ശേഷം 405 നാമം ധർമ്മവിദുത്തമ. ധർമ്മവിദുത്തമ എന്ന് പറഞ്ഞാൽ ധർമ്മം വേത്തി ഇതി ധർമ്മവിത്ത്. ധർമ്മത്തെ അറിയുന്നവൻ ആരോ അയാൾ ധർമ്മവിത്ത്. ധർമ്മവിദുത്തമ എന്ന് പറഞ്ഞാൽ ധർമ്മവിത്തുക്കൾ, ധർമ്മത്തെ അറിയുന്നവരിൽ ഏറ്റവും ഉത്തമനായവൻ. ധർമ്മം അറിയുന്നവരിൽ, അതായത് ഈ ലോകത്ത് ഓരോന്നിൻ്റെയും സ്വഭാവം, ഓരോ വസ്തുക്കൾക്കും ജീവനുള്ളതും ജീവനില്ലാത്തതും എന്ന് നമ്മൾ വ്യവഹരിക്കുന്ന സത്യത്തിൽ എല്ലാ വസ്തുക്കളിലും ജീവൻ അടങ്ങിയിരിക്കുന്നുണ്ട്. ഒരു കല്ലിലും ജീവൻ എന്ന് പറയുന്നത് ഉറഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ എല്ലാ വസ്തുക്കളിലും ജീവനുണ്ട്. അങ്ങനെയുള്ള ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളിലും അതതിൻ്റെ സ്വഭാവമായിട്ടിരിക്കുന്ന ആ വസ്തുത, ആ എൻറ്റിറ്റി എന്താണ് എന്നറിയുന്നവൻ ആണ് ധർമ്മവിത്ത്. അതിൽ ഏറ്റവും ഉത്തമനായിട്ടുള്ളത് ഭഗവാൻ തന്നെയാണ്. കാരണം ഭഗവാനാണ് ഈ ഓരോന്നിൻ്റെയും ധർമ്മമായിട്ട് ഇരിക്കുന്നത്. നന്മ ചെയ്യുന്നവരിൽ നന്മയായിട്ടിരിക്കുന്നതും തിന്മ ചെയ്യുന്നവരിൽ തിന്മയായിട്ടിരിക്കുന്നതും ഒക്കെ ഭഗവാൻ തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഭഗവാന് ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളുടെയും സൂക്ഷ്മമായിട്ടുള്ള ധർമ്മത്തെയും നന്നായിട്ടറിയാം. അതുകൊണ്ട് ഭഗവാന് ധർമ്മവിദുത്തമ എന്ന് നാമം. ഭാഷ്യത്തിലേക്ക് കടക്കാം. ധർമ്മത്തെക്കുറിച്ച് അറിവുള്ളവരിൽ ഏറ്റവും ഉത്തമനാണ് ഭഗവാൻ എന്നതിനാൽ ധർമ്മവിദുത്തമ എന്ന് നാമം. വസിഷ്ഠൻ, വാമദേവൻ, മാർക്കണ്ഡേയൻ തുടങ്ങിയവരുടെ ശിഷ്യനാണ് ശ്രീരാമചന്ദ്രൻ എങ്കിലും ധർമ്മത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിനു വേണ്ടി അവർ ശ്രീരാമചന്ദ്രനെ ആശ്രയിക്കുന്നു. നമ്മൾ ശ്രീരാമാവതാരത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ശ്രീരാമൻ്റെ ഗുരുക്കന്മാരാണ് വസിഷ്ഠൻ, വാമദേവൻ, മാർക്കണ്ഡേയൻ തുടങ്ങിയവർ. അങ്ങനെയുള്ളവർ ധർമ്മത്തെക്കുറിച്ച് നന്നായിട്ട് അറിയുന്നവരാണ്. അങ്ങനെ അറിയുന്നവർ പോലും ശ്രേഷ്ഠനായിട്ട് കാണുന്നത് ശ്രീരാമചന്ദ്രനെയാണ്. കാരണം ഈ ശ്രീരാമചന്ദ്രൻ എന്ന് പറയുന്നത് വിഷ്ണുവിൻ്റെ അംശമാണ്, വിഷ്ണുവിൻ്റെ അവതാരമാണ്. വിഷ്ണു എന്ന് പറയുന്നത് സ്വയം ധർമ്മമാണ്. തുടർന്ന് പറയുന്നു, സർവദാഭിഗത സദ്ഭി സമുദ്ര ഇവ സിന്ധുഭി. ശ്രീരാമനെ കുറിച്ച് പറയാണ്. ഏതുപോലെയാണോ നദികൾ സമുദ്രങ്ങളെ ആശ്രയിക്കുന്നത്, സമുദ്രത്തെ ആശ്രയിക്കുന്നത്, അതുപോലെ സത്തുക്കൾ സദാ ഭഗവാൻ ശ്രീരാമചന്ദ്രനെ ആശ്രയിക്കുന്നു. ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ചെന്ന് വന്നു ചേരുക. ഏതുപോലെയാണോ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദികൾ സമുദ്രത്തിനെയാണ് പ്രാപിക്കുന്നത്, സമുദ്രത്തിലേക്കാണ് അവരുടെ ഒഴുക്ക് എന്ന പോലെ സത്തുക്കളായിട്ടുള്ളവർ, ബുദ്ധി ഉണർന്നവർ, അവർ ശ്രീരാമനിലേക്ക് അല്ലെങ്കിൽ മഹാവിഷ്ണുവിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു, ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നു. ധർമ്മജ്ഞ സത്യസന്ധശ്ച. ധർമ്മത്തെക്കുറിച്ച് അറിയുന്നവനും സത്യസന്ധനും ആകുന്നു ശ്രീരാമചന്ദ്രൻ. വേദവിദ്ഭി സുപൂജിത. വേദജ്ഞാനം ഉള്ളവരാൽ നല്ല രീതിയിൽ പൂജിക്കപ്പെടുന്നവനാകുന്നു ശ്രീരാമചന്ദ്രൻ. ശ്രീരാമനെ കുറിച്ചാണ് പറയുന്നത്. യഥാവത് സാംഗവേദവിത്ത്. ഷഡംഗങ്ങളോടുകൂടിയ വേദത്തെ ശ്രീരാമചന്ദ്രൻ നന്നായി അറിയുന്നു. കാരണം നേരത്തെ പറഞ്ഞതുപോലെ വിഷ്ണുവാണ് ശ്രീരാമൻ. അപ്പോൾ വിഷ്ണുവിൽ നിന്നാണ് ഇത് മുഴുവൻ ഉണ്ടായിട്ടുള്ളത്. ഈ അറിവും ഈ വേദങ്ങളും ഈ ധർമ്മവും ഒക്കെ ഉണ്ടായിട്ടുള്ളത് വിഷ്ണുവിൽ നിന്നാണ്. അപ്പോൾ ആ വിഷ്ണു ആണ് ശ്രീരാമൻ എന്നുള്ളത് കൊണ്ട് ശ്രീരാമന് ഇതെല്ലാം നന്നായിട്ട് അറിയാം. തുടർന്ന് ശ്രീരാമചന്ദ്രനെ കുറിച്ച് പറയുകയാണ്. ത്വമപ്രമേയശ്ച ദുരാസദശ്ച ജിതേന്ദ്രിയശ്ചോത്തമധാർമ്മികശ്ച അക്ഷയ്യകീർത്തിശ്ച വിചക്ഷണശ്ച ക്ഷിതിക്ഷമാവാൻ ക്ഷതജോപമാക്ഷ. ബാലിയുടെ പത്നിയായിട്ടുള്ള താര
ശ്രീരാമനോട് പറയുകയാണ്, ശ്രീരാമനെ സ്തുതിക്കുകയാണ്. അവിടുന്ന് അറിയാൻ സാധിക്കാത്തവനും ത്വം അപ്രമേയശ്ച, ആരാലും തോൽപ്പിക്കാൻ സാധിക്കാത്തവനുമാകുന്നു. ഇന്ദ്രിയങ്ങളെ ജയിച്ചവനും ഉത്തമ ധാർമ്മികനുമാകുന്നു. ഒരിക്കലും നശിക്കാത്ത കീർത്തിയോടും വിശേഷേണയുള്ള കാഴ്ചപ്പാടോടും കൂടിയവനാകുന്നു. വിചക്ഷണ, വിശേഷേണയുള്ള ചക്ഷുസ്സുള്ളവൻ. സാധാരണ ഒരു വ്യക്തിയുടെ കാഴ്ചയോ കാഴ്ചപ്പാടോ അല്ല ശ്രീരാമചന്ദ്രൻ്റേത്. ശ്രീരാമചന്ദ്രൻ്റേത് വിശേഷമായിട്ടുള്ള കാഴ്ചയാണ്. ശ്രീരാമൻ എല്ലാത്തിനെയും ഒന്നായിട്ടാണ് കാണുന്നത്. അതാണ് വിചക്ഷണം, വിശേഷേണയുള്ള ചക്ഷണം, വിശേഷേണയുള്ള വീക്ഷണം, വിശേഷേണയുള്ള കാഴ്ചപ്പാട്. വിശേഷേണയുള്ള കാഴ്ചപ്പാടോടും കൂടിയവനാകുന്നു. ഭൂമിയോളം ക്ഷമയുള്ളവനും ചുവന്ന കണ്ണുകളോട് കൂടിയവനും ആകുന്നു. ശ്രീരാമചന്ദ്രൻ്റെ വിശേഷണങ്ങളാണത്. അപ്പോൾ അങ്ങനെ ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളുടെയും ധർമ്മത്തെ വളരെ നല്ല രീതിയിൽ അറിയുന്ന ആൾ എന്നുള്ള അർത്ഥത്തിൽ ധർമ്മവിദുത്തമ എന്ന് നാമം. ഇനി 44-ാമത്തെ ശ്ലോകം. വൈകുണ്ഠ പുരുഷ പ്രാണ പ്രാണദ പ്രണമ പൃഥു ഹിരണ്യഗർഭ ശത്രുഘ്നോ വ്യാപ്തോ വായുരഥോക്ഷജ. ഇതിലെ നാമങ്ങൾ വൈകുണ്ഠ, പുരുഷ, പ്രാണ, പ്രാണദ, പ്രണമ, പൃഥു. ഇവിടെ പ്രണമ എന്നുള്ളതിന് പ്രണവ എന്നും ഒരു പാഠഭേദമുണ്ട്. പ്രാണദ പ്രണവ പൃഥു. ഈ ഭാഷ്യകാരൻ എടുത്തിട്ടുള്ള പാഠഭേദം പ്രണമ എന്നാണ്. പ്രാണദ പ്രണമ പൃഥു. ശ്രീശങ്കരാചാര്യർ പ്രണവ എന്നുള്ള പാഠമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വൈകുണ്ഠ പുരുഷ പ്രാണ പ്രാണദ പ്രണമ പൃഥു ഹിരണ്യഗർഭ ശത്രുഘ്ന വ്യാപ്ത വായു അധോക്ഷയ. ഇങ്ങനെ 11 നാമങ്ങളാണ് ഈ ശ്ലോകത്തിലുള്ളത്. അതിലെ ആദ്യത്തെ നാമം 406-ാമത്തെ നാമം വൈകുണ്ഠ. വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ ഭഗവാൻ താമസിക്കുന്ന സ്ഥലത്തിനും പേര് വൈകുണ്ഠം എന്നാണ്, ഭഗവാന്റെയും പേര് വൈകുണ്ഠം എന്നാണ്. അതിൻ്റെ അർത്ഥത്തിൻ്റെ ഭാഷ്യത്തിലേക്ക് പോവാം. എല്ലാത്തിനെയും ഒന്നാക്കുന്നവനാണ് വൈകുണ്ഠൻ. വൈകുണ്ഠൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥമാണ് ആദ്യം തന്നെ പറയുന്നത്. എല്ലാത്തിനെയും ഒന്നാക്കുന്നവൻ. സർവേഷാം സംശ്ലേഷയിത വൈകുണ്ഠ. ഈ വൈകുണ്ഠം എന്നുള്ളതിൻ്റെ കുണ്ഠം എന്നുള്ള വാക്ക് കുടി എന്ന് പറയുന്ന ബീജത്തിൽ നിന്ന് വന്നതാണ്. കുടി എന്ന ബീജത്തിന് മാർഗത്തിലെ തടസ്സം എന്നാണ് അർത്ഥം. ഭഗവാനുമായി ചേർന്ന് ഒന്നാവാനുള്ള മാർഗത്തിലെ തടസ്സമാണ് കുണ്ഠം. ഭഗവാനുമായി ചേർന്ന് ഒന്നാവാനുള്ള മാർഗത്തിലെ തടസ്സം എന്ന് പറഞ്ഞാൽ നമ്മളുടെ അജ്ഞാനം, നമ്മളുടെ അറിവില്ലായ്മ, നമ്മൾ ഓരോരുത്തരുടെയും അറിവില്ലായ്മയാണ് കുണ്ഠം. അതിനെയാണ് കുണ്ഠം എന്ന് പറയുന്നത്. ആ തടസ്സം നീങ്ങിയവരെയാണ് വികുണ്ഠർ എന്ന് പറയുന്നത്. ആ അജ്ഞാനമില്ലാതായവർ ആണ് വികുണ്ഠർ. അതിൽ ശ്രേഷ്ഠനായിട്ടുള്ള അത്തരത്തിൽ ഒരാളാണ് ഭഗവാൻ എന്നതിനാൽ വൈകുണ്ഠ എന്ന് നാമം. വിഗതമായ കുണ്ഠത്തോടു കൂടിയവരിൽ ശ്രേഷ്ഠൻ. കുണ്ഠം എന്ന് പറഞ്ഞാൽ മാർഗം, ഈശ്വരനെ അറിയാനുള്ള മാർഗത്തിലെ തടസ്സം. തുടർന്ന് പറയാണ് മയാ സംശ്ലേഷിതാ ഭൂമി അദ്ഭിർവ്യോമച വായുന വായുശ്ച തേജസാ സാർദ്ധം വൈകുണ്ഠത്വം തതോ മമ. ഭഗവാൻ വൈകുണ്ഠത്വം എങ്ങനെ ലഭിച്ചു എന്നുള്ളത് പറയാണ്. ഈ ഭൂമി ജലരൂപിയായ എന്നാൽ വായുവും ആകാശവും ആശ്ലേഷിക്കപ്പെട്ടിരിക്കുന്നു.
ഈ ഭൂമിയും ജലരൂപിയായ എന്നാൽ ഈ ഭൂമിയും വായുവും ആകാശവും ആശ്ലേഷപ്പെട്ടിരിക്കുന്നു. വായു അഗ്നിയോടും കൂടി ചേർന്നിരിക്കുന്നു അതിനാൽ എനിക്ക് വൈകുണ്ഠത്വം സിദ്ധിച്ചു. പഞ്ചഭൂതമാണ് പറയുന്നത്. ഭൂമി ജലരൂപിയായ ഞാൻ. അപ്പോൾ ഭൂമി, ജലം, വായു, ആകാശം എന്നിവ ആശ്ലേഷിക്കപ്പെട്ടു. ഈ ആശ്ലേഷിക്കപ്പെട്ട വായു അഗ്നിയോടും കൂടി ചേർന്നിരിക്കുന്നു. അങ്ങനെ എല്ലാം കൂടെ പഞ്ചഭൂതാത്മകമായിട്ടുള്ള ഈ ലോകത്തെയാണ് വൈകുണ്ഠം എന്ന് പറയുന്നത്. ജലം, അഗ്നി, വായു, ആകാശം, സ്പേസ്, ജലം, അഗ്നി, വായു, ആകാശം, പിന്നെ ഭൂമി. ഇങ്ങനെ പൃഥ്വി, ജലം, അഗ്നി, വായു, പൃഥ്വി, തേജ, വായു, ആകാശങ്ങൾ, ഇങ്ങനെയുള്ള പഞ്ചഭൂതങ്ങൾ. ഈ പഞ്ചഭൂതങ്ങൾ എന്നാൽ ആശ്ലേഷിക്കപ്പെട്ടിരിക്കുന്നു. ആശ്ലേഷിക്കുക എന്ന് പറഞ്ഞാൽ, ആശ്ലേഷം എന്ന് പറഞ്ഞാൽ ഒന്നാവുക. അപ്പോൾ ഭഗവാനോട് കൂടി ചേർന്നതാണ് ഈ പഞ്ചഭൂതങ്ങൾ. അങ്ങനെ പഞ്ചഭൂതങ്ങളോട് കൂടി ഒരു വിശേഷമായിട്ടുള്ള രീതിയിൽ നിർമ്മിക്കപ്പെട്ടതിനാൽ കൂടിച്ചേർന്നിരിക്കുന്നതാണ് ഞാൻ എന്നതിനാൽ എനിക്ക് വൈകുണ്ഠ എന്ന് നാമം. എനിക്ക് വൈകുണ്ഠത്വം അതുകൊണ്ട് സിദ്ധിച്ചു. അപ്പോൾ വൈകുണ്ഠം എന്ന് പറയുന്നത് പഞ്ചഭൂതാത്മകമായിട്ടുള്ള നമ്മൾ കാണുന്ന ഈ ലോകമാണ്. ഈ ലോകം ആണ് വൈകുണ്ഠം. ഈ പ്രപഞ്ചം, നമ്മൾ ജീവിക്കുന്ന, നമ്മൾ സുഖദുഃഖങ്ങളോടുകൂടി അനുഭവിക്കുന്ന ഈ ലോകം ആണ് വൈകുണ്ഠം. ഈദൃശീഹി ശൈലി രാമത്വേപി. ഭഗവാന് രാമാവതാരത്തിലും ഇതേ സ്വഭാവമാണ്. എന്ത് സ്വഭാവം? ഇങ്ങനെ കൂടിച്ചേർന്നിരിക്കുന്ന സ്വഭാവം. ഇനി രാമായണത്തിലെ ചില ശ്ലോകങ്ങൾ പറയാണ്. രാമമേവാനുപശ്യന്തോ നാഭ്യഹിംസൻ പരസ്പരം. രാമമേവാനുപശ്യന്തോ നാഭ്യഹിംസൻ പരസ്പരം തദസന്നിധൗ പരസ്പര നിർവ്യപേക്ഷാഹി തത്രത്യാഹ. പ്രജകൾ, ശ്രീരാമനെ കുറിച്ച് പറയാണ്, പ്രജകൾ ശ്രീരാമൻ്റെ സാന്നിധ്യത്തിൽ പരസ്പര വിരോധമില്ലാതെ കഴിഞ്ഞു. ശ്രീരാമൻ്റെ അസാന്നിധ്യത്തിൽ അവർക്കിടയിൽ പരസ്പരം ഐക്യമില്ലാതും ഇരുന്നു. ശ്രീരാമൻ എപ്പോഴൊക്കെ ആ രാജ്യത്തുണ്ടോ ആ രാജ്യത്ത് എല്ലാവർക്കും ഇടയിൽ ഐക്യമുണ്ട്. ശ്രീരാമൻ എപ്പോൾ ഇല്ലാതായോ അവർ തമ്മിൽ ഐക്യം ഇല്ലാതായി. അതായത് വിവിധ തരത്തിലുള്ള ജനങ്ങൾ, വിവിധ തരത്തിലുള്ള വസ്തുക്കൾ, അതിനെ എല്ലാത്തിനെയും കോർത്തിണക്കുന്ന ഒരു ചരടാണ് ശ്രീരാമചന്ദ്രൻ. ഈ ചരടിൻ്റെ സാന്നിധ്യമില്ല എങ്കിൽ എല്ലാം വെവ്വേറെയായി മാറും. ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയുന്നുണ്ട്, മയി സർവമിതം പ്രോതം സൂത്രയും അടിഗണ ഇവ. ഈ ലോകം മുഴുവൻ ഞാനാകുന്ന സൂത്രത്തിൽ മണിഗണങ്ങളെ പോലെ ചരടിൽ കോർത്തിരിക്കുന്ന മണികളെ പോലെ എന്നാൽ കോർക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ശ്രീരാമനുള്ളപ്പോൾ, ശ്രീരാമൻ്റെ സാന്നിധ്യത്തിൽ പരസ്പരം വളരെ ഐക്യത്തോടു കൂടിയിട്ടാണ് ജനങ്ങളിരിക്കുന്നത്. ശ്രീരാമനില്ലെങ്കിലോ അവർ തമ്മിലുള്ള ഐക്യം ഇല്ലാതെയാകും. ഇത് രാജ്യത്തെ ഭാര്യമാർ തങ്ങളുടെ ഭർത്താക്കന്മാരോട് പറയുന്നതിൽ നിന്നും മനസ്സിലാക്കാം. ആ രാജ്യത്തെ പ്രജകളുടെ ഭാര്യമാർ ഭർത്താക്കന്മാരോട് പറയുകയാണ് ഇങ്ങനെ: രാഘവം വാനുഗച്ഛത്വം അശ്രുതിം വാപി ഗച്ഛത. ഒന്നുകിൽ ശ്രീരാഘവനെ അനുഗമിക്കുക. ശ്രീരാമൻ വനവാസത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഒന്നുകിൽ ശ്രീരാഘവനെ അനുഗമിക്കുക, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കേൾക്കാൻ സാധിക്കാത്തവരായിത്തീരുക എന്ന് പറഞ്ഞാൽ കൺമുന്നിൽ നിന്ന് പോവുക.
കാരണം ശ്രീരാമൻ ഉള്ളപ്പോഴാണ് നമ്മൾക്ക് ഇവിടെ ആനന്ദവും സന്തോഷവും സമാധാനവും ഉള്ളത്. ശ്രീരാമൻ ഇല്ലാതായാൽ ഇതൊന്നും ഇവിടെ ഇല്ലാതാകും. ശ്രീരാമനാണ് ഇവരെ എല്ലാവരെയും കോർത്തിണക്കുന്ന ഒരു ഘടകം. ഇനി ശ്രീരാമചന്ദ്രൻ ഇല്ലാതിരുന്നപ്പോൾ ആ രാജ്യത്തിൽ സംഭവിച്ച ചില കാര്യങ്ങൾ പറയണം. വ്യസൃജൻ കബളാൻ നാഗാഹ ഗാവോ വത്സാന്ന പായയൻ. ആനകൾ തങ്ങളുടെ ആഹാരം കഴിക്കാതിരിക്കുകയും പശുക്കൾ തങ്ങളുടെ കിടാങ്ങൾക്ക് പാല് ചുരത്താതിരിക്കുകയും ചെയ്തു. മനുഷ്യരെ മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളെയും ആ ശ്രീരാമൻ്റെ അസാന്നിധ്യം വളരെ മോശമായിട്ട് ബാധിച്ചു. ആനകൾ തങ്ങളുടെ ആഹാരം കഴിക്കാതായി. പട്ട മുതലായിട്ടുള്ള പല ആഹാരങ്ങൾ ആനകൾ കഴിച്ചിരുന്നത് നിർത്തി. പശുക്കൾ തങ്ങളുടെ കിടാങ്ങൾക്ക് പാല് ചുരത്താതായി. പശുക്കൾ പാല് ചുരത്തുന്നത് കിടാങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ആ പാല് ചുരത്താതായി ശ്രീരാമൻ്റെ സാന്നിധ്യമില്ലാത്തതുകൊണ്ട്. നഷ്ടം ദൃഷ്ട്വാ നാഭ്യനന്ദൻ വിപുലം വാ ധനാഗമം പുത്രം പ്രഥമജം ലബ്ധ്വാ ജനനി നാഭ്യനന്ദത. നഷ്ടപ്പെട്ട ധനം തിരിച്ചു കിട്ടിയവർ, അളവില്ലാത്ത ധനം കയ്യിൽ വന്നവർ, ആദ്യമായി പുത്രനെ ലഭിച്ച ഒരമ്മ, ഇവരാരും ശ്രീരാമൻ്റെ അസാന്നിധ്യത്തിൽ സന്തോഷിച്ചില്ല. സന്തോഷം തോന്നിയില്ല. ലോകത്ത് ഏറ്റവും സന്തോഷം തോന്നിക്കേണ്ട ചില നിമിഷങ്ങളാണ് ഇത്. നഷ്ടപ്പെട്ട ധനം തിരിച്ചു കിട്ടിയ സന്തോഷമേ ഉണ്ടാവുള്ളൂ. അളവില്ലാത്ത ധനം യാദൃശ്ചികമായിട്ട് കയ്യിൽ വന്നാൽ നമുക്ക് വളരെ ആനന്ദം ഉണ്ടായിരിക്കും. അതിലും ആനന്ദം ഉണ്ടായിരിക്കും ആദ്യമായിട്ടൊരു പുത്രനെ ലഭിച്ചാൽ ഒരമ്മയ്ക്ക്. പക്ഷേ ഈ പ്രവൃത്തികളൊന്നും ഈ സംഭവങ്ങളൊന്നും ആ വ്യക്തികൾക്ക് ആനന്ദത്തെ ഉണ്ടാക്കിയില്ല. നമുക്കും ഇത്തരം ചില അനുഭവങ്ങളുണ്ട്. ചില സമയത്ത് നമുക്ക് നല്ലൊരു ജോലി, നല്ലൊരു കുടുംബം, നല്ല ഭാര്യ, നല്ല മക്കൾ, അല്ലെങ്കിൽ നല്ല ഭർത്താവ്, എല്ലാവരും വളരെ നല്ലത്, നല്ല ജോലി, റെപ്യൂട്ടഡ് ജോബ്, നല്ല ശമ്പളം, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പക്ഷേ ഇത്രയൊക്കെ ഉണ്ട് എങ്കിലും ഇതിൽ നിന്നും കിട്ടും എന്ന് പ്രതീക്ഷിച്ച ഒരു സന്തോഷവും ആനന്ദവും നമുക്ക് കിട്ടുന്നില്ല. എല്ലാം ഉണ്ട് ജീവിതത്തിൽ. നല്ലൊരു എല്ലാം ഒരു മനുഷ്യന് വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്കുണ്ട്. പക്ഷേ എന്തോ ഒന്ന് ഇല്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുപോലെയാണ് ഈ രാജ്യത്തെ പ്രജകളുടെ അവസ്ഥ. എല്ലാം ഉണ്ട്. അവർക്ക് ധനം കിട്ടി, യാദൃശ്ചികമായിട്ട് ധനം കിട്ടി, നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ധനം കിട്ടി. കുറേ കാലത്തിന് ശേഷം പുത്രനെ ഉണ്ടാവണം അല്ലെങ്കിൽ പുത്രി ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ച ആദ്യമായിട്ട് ഒരമ്മ ഒരു കുട്ടിയെ പ്രസവിച്ചു. അമ്മ പ്രസവിച്ച കുട്ടിയെ ആദ്യമായിട്ട് കാണുന്നതാണ് ഒരമ്മയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആനന്ദദായകമായത്. എന്നിട്ടും ആ പ്രജകൾക്ക് ശ്രീരാമൻ്റെ അസാന്നിധ്യത്തിൽ ഈ യാതൊരു സന്തോഷവും ആനന്ദവും തോന്നിയില്ല. തുടർന്ന് പറയുന്നു, സ്തന്യാർത്ഥിന സുതാസ്ത്രീണാം ഭർത്താരോ ഭ്രാതരസ്തഥാ സർവേ സർവം പരിത്യജ്യ രാമം ഏവാന്വയുസ്തദാ. മുലപ്പാൽ ആഗ്രഹിക്കുന്ന കുട്ടികൾ, ഭാര്യമാർ, സഹോദരന്മാർ എന്നിവർ ഉപേക്ഷിക്കപ്പെട്ട് ശ്രീരാമനെ പിന്തുടർന്നു. കുട്ടികൾ, മുലപ്പാൽ ആഗ്രഹിക്കുന്ന കുട്ടികൾ, ഭാര്യമാർ, സഹോദരന്മാർ ഇവരൊക്കെ ഉപേക്ഷിക്കപ്പെട്ടു. ഭാര്യമാരെ ഭർത്താക്കന്മാരെ ഉപേക്ഷിച്ചു, ഭർത്താക്കന്മാർ ഭാര്യമാരെ ഉപേക്ഷിച്ചു, സഹോദരന്മാർ പരസ്പരം ഉപേക്ഷിച്ചു, മുലപ്പാൽ ആഗ്രഹിക്കുന്ന കുട്ടികളെ അമ്മ ഉപേക്ഷിച്ചു. അങ്ങനെ എല്ലാത്തിനെയും ഉപേക്ഷിച്ച് ശ്രീരാമനെ പിന്തുടർന്നു. കാരണം ശ്രീരാമൻ എന്ന് പറയുന്ന ആ വൈകുണ്ഠമൂർത്തി, വിഗതമായിട്ടുള്ള കുണ്ഠത്തോട് കൂടിയിട്ടുള്ള മൂർത്തി, അതാണ് ധർമ്മം. അതാണ് നമ്മളിൽ ഓരോരുത്തരും നിക്ഷിപ്തമായിട്ടുള്ള സ്വഭാവം. നമ്മളിൽ ഓരോരുത്തരിലും നിക്ഷിപ്തമായിട്ടുള്ള സ്വഭാവത്തിനനുസരിച്ച് എപ്പോൾ നമ്മൾ പെരുമാറാതിരിക്കുന്നുവോ അപ്പോൾ ഈ പറയുന്ന മെറ്റീരിയലിസ്റ്റിക് പ്ലഷേഴ്സ്, വെൽത്ത് മുഴുവൻ ഉണ്ടായാലും
നമുക്ക് വേണ്ട സന്തോഷം കിട്ടില്ല. നമുക്കപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മളിലുള്ള വൈകുണ്ഠമൂർത്തിയെ തേടുക. ഇവിടെ ഈ പ്രജകൾ ശ്രീരാമനെ തേടിയതുപോലെ, അല്ലെങ്കിൽ ശ്രീരാമനെ അനുഗമിച്ചതുപോലെ, നമ്മളിൽ ഓരോരുത്തരിലും അടങ്ങിയിട്ടുള്ള ഈ വൈകുണ്ഠമൂർത്തിയെ തേടുക. ഈ പ്രപഞ്ചത്തിനെ എല്ലാത്തിനെയും ഒന്നാക്കി നിലനിർത്തിയിരിക്കുന്ന ആ ദേവനാണ് വൈകുണ്ഠമൂർത്തി. അപ്പോൾ ആ അർത്ഥത്തിൽ ഭഗവാന് 406-ാമത്തെ നാമം വൈകുണ്ഠ.